നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിന്റെ ഇന്നത്തെ ഓട്ടത്തിലേക്ക് സ്വാഗതം. ഇന്നും കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട അതിന്റെ അനുബന്ധ വാർത്തകളും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതും ഒക്കെ തന്നെയാണ് ചർച്ചയായത്. മുഖ്യമന്ത്രി ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അമേരിക്കയിലേക്ക് പോവുകയാണ്. ആരോഗ്യ കേരളം നമ്പർ 1 എന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നു എന്ന ഒരു കാര്യം കൂടി ഇന്ന് പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുപോലെ മന്ത്രി വി എൻ വാസവൻ മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചു. 50,000 രൂപ അടിയന്തര നഷ്ടപരിഹാരമായി അടിയന്തര തുകയായി നൽകി. അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് മന്ത്രിമാർക്കെതിരെ കെട്ടിച്ചമച്ച പ്രചാരവേല നടക്കുന്നു എന്നാണ്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ കൃത്യമായി ഇടപെടാത്തത്, കൃത്യമായി പ്രതികരിക്കാത്തത്, ഉത്തരവാദിത്വം നിറവേറ്റാത്തത്, അതിന് കാരണമായത് തന്നെ അത്തരത്തിൽ ഒരു കാര്യമാണ്. ഈ കെട്ടിടം നേരത്തെ പൊളിച്ചു കളഞ്ഞിരുന്നു എങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അത് ചുവപ്പ് നാടയിൽ കുരുക്കി അനുമതി കൊടുക്കാതെ ഇങ്ങനെ ഉരുട്ടിപ്പിടിച്ച് ഈ വലിയ ദുരന്തമുണ്ടായിട്ടും പറയുന്നത് മന്ത്രിമാർക്കെതിരെ പ്രചാരവേല. കെട്ടിച്ചമച്ചത് ആര് കെട്ടിച്ചമച്ചത്? ആരെങ്കിലും കെട്ടിച്ചമച്ചിട്ടാണോ കെട്ടിടം ഇടിഞ്ഞു വീണതും ഒരു സ്ത്രീ മരിക്കാനിടയായതുമൊക്കെ? ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ കോട്ടയത്തിന്റെ മന്ത്രിയും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ കൃത്യമായി പ്രതികരിക്കാത്തതും കൃത്യമായി ഇടപെടാത്തതുമൊക്കെ കെട്ടിച്ചമച്ചതാണ്. പ്രതിപക്ഷം കെട്ടിച്ചമയ്ക്കുമായിരിക്കും പലതും, അല്ലെങ്കിൽ അവർ ഇടപെടുമായിരിക്കും. BJPയും അതിശക്തമായി തന്നെ സമരരംഗത്തുണ്ട്. മാധ്യമങ്ങൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന ഒരു പുതിയ വാർത്ത കൂടി വരുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സ്റ്റോറികൾ, ഫോളോ അപ്പ് സ്റ്റോറികൾ നിരവധി മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെ തടയിടാനാണ് എന്ന് തോന്നുന്നു മാധ്യമങ്ങൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്തൊക്കെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, മരിച്ച ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണം എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. എന്തായാലും ആ സ്ത്രീയുടെ മരണത്തിൽ ദുഃഖിക്കുന്നു, അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നു. ഇവിടെ അനാസ്ഥ എന്ന് പറയുന്നത് 2 ദിവസം ചർച്ച ചെയ്യും. അത് കഴിഞ്ഞാൽ തോന്നിയ വഴി സർക്കാർ സംവിധാനങ്ങളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് ഗുണകരമായി വരുത്തിയില്ലെങ്കിലും ജനങ്ങൾക്ക് ദോഷകരമായി അതിനെ മാറ്റരുത് എന്ന ഒരു എളിയ അപേക്ഷ മാത്രമേ ഉള്ളൂ. ഭാരതാംബ വിഷയത്തിൽ ഹൈക്കോടതി, അതായത് രജിസ്ട്രാറുടെ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് ഗവർണർ, ചാൻസലർ അംഗീകരിച്ചു. VC-യുടെ പ്രത്യേക അധികാരപ്രകാരമാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത്. രജിസ്ട്രാർ നിയമിക്കുന്നത് സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ SFIയുടെ സിൻഡിക്കേറ്റാണ്. അപ്പം രജിസ്ട്രാർ ഏത് രാഷ്ട്രീയക്കാരനാണ് എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഈ ഒരു വിഷയത്തിൽ ഭാരതാംബയുടെ ചിത്രം വലിച്ചഴിച്ചതുമായി ബന്ധപ്പെട്ട് ഭാരതാംബ മതചിഹ്നമാക്കി മാറ്റിയത്, അല്ലെങ്കിൽ മതചിഹ്നമാണ് എന്ന ആരോപണം ഉന്നയിച്ചതൊക്കെ തന്നെ നിർഭാഗ്യകരമായി പോയി എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇയാളുടെ സസ്പെൻഷൻ തീർച്ചയായിട്ടും അത് നിലനിൽക്കുന്നതാണ് എന്ന തരത്തിൽ ഉള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഒരു വിഷയത്തിൽ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു എന്ന വാർത്തയും വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം 5 രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് തുടരുകയാണ്. 8 ദിവസത്തെ സന്ദർശനമാണ്. ഖാനയിൽ നിന്ന് മോദിജി നേരെ എത്തിയത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലാണ്. അവിടെയും ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. ഇത്തരം രാജ്യങ്ങളുമായുള്ള ആ ഒരു ഊഷ്മളമായ സ്നേഹബന്ധം നരേന്ദ്രമോദി എന്നും കാത്ത് സൂക്ഷിച്ചിരുന്നു. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ എന്ന സ്ത്രീയാണ്. അവരാണ് അവിടുത്തെ പ്രധാനമന്ത്രി. അവർക്ക് ബീഹാർ ബന്ധമുണ്ട്. അവരെ ബീഹാർ കി ബേട്ടി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി സംസാരിച്ചു. വലിയ കയ്യടിയാണ് ഈ ഒരു പ്രസ്താവനയ്ക്കുണ്ടായത്. വിജയകരമായ സന്ദർശനം തുടരുകയാണ്. അനവധി വാർത്തകൾ ഉണ്ട്. പക്ഷേ ഓട്ടപ്രദക്ഷിണത്തിൽ നമ്മൾ ഓടിയെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ ലക്കം ഓട്ടം ഇവിടെ പൂർത്തിയാകുന്നു. വീണ്ടും നാളെ. നന്ദി, നമസ്കാരം. രാവുമായണം, രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്.
പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.